അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദെ, ഇമാമ് ഖിയാമിലായിരിക്കെ പിന്തി വന്നയാൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കെ ഇമാമ് റുക്കൂയിലേക്ക് പോയി. അപ്പോൾ ഇയാൾ ഫാത്തിഹ അവിടെ മുറിച്ചിട്ട് ഓത്ത് നിർത്തിയിട്ട് റുക്കൂയിലേക്ക് പോകുകയല്ലേ വേണ്ടത്? അതോ ഫാത്തിഹ മുഴുവനാക്കണോ? അല്ലെങ്കിൽ ഫാത്തിഹ മുഴുവനാക്കിയാൽ എന്നിട്ട് അവനെ റുക്കൂയിൽ ഇമാമിനെ എത്തിക്കാതിരിക്കുകയും ചെയ്താൽ അതുകൊണ്ട് വല്ല പ്രശ്നങ്ങളുണ്ടോ? എന്താണെന്ന് വിശദീകരിച്ചാൽ നല്ല ഉപകാരമായിരുന്നു. ഒരു ഇമാമിൻ്റെ കൂടെ പിന്തി വന്ന് തുടർന്ന ഒരാൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കെ ഇമാമ് റുക്കൂയിലേക്ക് പോയാൽ എന്തു ചെയ്യണം എന്നാണ് ഒരു മാന്യ സഹോദരൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട ഫതുഹുൽ മൊയിൻ 54-ാമത്തെ പേജ് 13-ാമത്തെ വരിയിൽ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഇല്ലാ റക്അത മസ്ബൂഖിൻ, ഫാത്തിഹ മുഴുവനും ഓതാൻ സമയം കിട്ടാത്ത അവസ്ഥയിൽ ഒരാൾ വന്ന് തുടർന്നാൽ അവൻ കിട്ടുന്ന സമയം ഓതിയാൽ മതി. ഫുള്ള് കിട്ടിയില്ല, 1, 2, 3, 4, 5 എത്ര ആയത്ത ഓതാൻ സമയം കിട്ടി, അത് കിട്ടിയിട്ട് ഇമാമിനോടുകൂടെ അവൻ റുക്കൂയിലേക്ക് പോയാൽ മതി. നേരെ മറിച്ച് അവൻ വന്ന പാടെ ഫാത്തിഹ തുടങ്ങി, അതായത് സുന്നത്തോണ്ടൊന്നും വജ്ജത്തോണ്ടൊന്നും ജോലിയായില്ല, വന്ന് നിസ്കാരം തുടങ്ങിയ ഉടനെ തന്നെ ഫാത്തിഹ തുടങ്ങി. പക്ഷേ ഫാത്തിഹ തീരുന്നതിൻ്റെ മുമ്പ് ഇമാമ് റുക്കൂയിലേക്ക് പോയി. എന്നാൽ അവൻ ഉടനെ തന്നെ റുക്കൂയിലേക്ക് പോവുകയാണ് വേണ്ടത്, ഫാത്തിഹ പൂർത്തിയാക്കാൻ നിൽക്കരുത്. ഈ നിയമം ലംഘിച്ചുകൊണ്ട് വലൗ താഖറ മസ്ബൂക്കുൻ, എന്നിട്ടും ബാക്കിലായിട്ട് ലം യശ്തഗിൽ ബി സുന്നത്തിൻ, വജ്ജത്ത് കൊണ്ടോ മറ്റൊന്നും ജോലിയായവനല്ലല്ലോ ഇവൻ. നിസ്കാരം തുടങ്ങി അവൻ തക്ബീർ കെട്ടി ഉടനെ തന്നെ ഫാത്തിഹ ഓതാൻ തുടങ്ങിയത്. പക്ഷെ ആ ഫാത്തിഹ തീരുന്നതിൻ്റെ മുമ്പായിട്ട് ഇമാം റുക്കൂയിലേക്ക് പോയി. എന്നാൽ ഒരു കാരണവശാലും അവൻ ആ ഫാത്തിഹ പൂർത്തിയാക്കരുത്, അവൻ റുക്കൂയിലേക്ക് പോകണം. അങ്ങനെ അവൻ റുക്കൂയിലേക്ക് പോകാതെ ഫാത്തിഹ ഓതാൻ വേണ്ടി നിന്നു. ഫലം യുദ്രിക്കിൽ ഇമാമ ഇല്ലാ വഹുവ മുഅ്തദിലുൻ, പക്ഷെ ഇമാമിൻ്റെ കൂടെ റുക്കൂ അവന് കിട്ടാതെ ഇമാം റുക്കൂയിൽ നിന്ന് ഉയർന്നതിൻ്റെ ശേഷമാണ് ഇവൻ റുക്കൂയിലേക്ക് എത്തിയത്. എന്നാൽ ലഗത്ത് റക്അതുഹു, ആ മഅ്മൂമിന് ആ റക്അത്ത് നഷ്ടപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ മേൽ പറയപ്പെട്ട മഅ്മൂമ് എപ്പോഴാണോ ഇമാം റുക്കൂയിലേക്ക് പോയത് ആ സമയം തന്നെ ഇമാമിൻ്റെ റുക്കൂയിൽ അവൻ എത്തണം, ഇമാമോനോടുകൂടെ റുക്കൂയിൽ എത്തണം. ഫാത്തിഹ അവന് എത്രയാണോ കിട്ടിയത് അത് മതി, ബാക്കി അല്ലാഹു തആല അവന് മാപ്പ് നൽകിയതാണ്. ഇത് സുന്നത്ത് കൊണ്ട് ജോലിയാവാതെ വന്ന ഉടനെ ഫാത്തിഹ തുടങ്ങിയ ഇമാമിനെ കുറിച്ചാണ് പറഞ്ഞത്, ഈ മഅ്മൂമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ വിഷയം ഫതുഹുൽ മൊയിൻ 54-55 പേജുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. മസ്ബൂക്കിൻ്റെ വിധി വേറെയാണ്, അതിപ്പോൾ വിവരിക്കുന്നില്ല. അതായത് മസ്ബൂക്ക് സുന്നത്ത് കൊണ്ട് ജോലിയായതിൻ്റെ വിധി, വജ്ജത്ത് കൊണ്ട് ജോലിയായാൽ അതിൻ്റെ വിധി വേറെയാണ്,